കഴിഞ്ഞ ദിവസം രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലടക്കം വലിയ ചർച്ചയായി മാറിയിരുന്ന ഒരു ബില്ല് ഇപ്പോൾ ലോക്സഭ പാസാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഈ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ആദ്യം കേട്ടത് മഹാത്മാഗാന്ധിയുടെ പേര് ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കുന്നു, പകരം രാമൻ കടന്നു വരുന്നു എന്നായിരുന്നു. പിന്നീട് സംസ്ഥാനങ്ങൾക്ക് വലിയ ബാധ്യത വരുമെന്നായി. ഏതായാലും പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെ മറികടന്നുകൊണ്ട് പ്രതിപക്ഷം ഈ ബില്ല് വലിച്ചു കീറി നടത്തിയ ആ ഒരു നാടകങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത് ബഹളങ്ങൾക്ക് തടയാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിൽ പാസ്സാകുകയായിരുന്നു. ഏതായാലും BBG റാംജി ബില്ല് പാസ്സായിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ബില്ലാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. ഇനി മുതൽ ഇതിന്റെ പേര് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കർ ആൻഡ് അജീവിക മിഷൻ എന്നാണ്. അതിന്റെ ചുരുക്കപ്പേരാണ് BBG റാംജി എന്നുള്ള പേര്. ഇതിൽ പ്രകാരം 3 സംസ്ഥാനങ്ങൾക്ക് 10% ബാധ്യത ഉണ്ടാകും. ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത് 40% ബാധ്യത വരുത്തി വെക്കും. കാരണം ഇനി മുതൽ 60% ഫണ്ട് മാത്രമേ കേന്ദ്രം ഈ പദ്ധതിക്കായി നൽകുകയുള്ളൂ. ഒപ്പം തന്നെ 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് 125 ഉയർത്തുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു വ്യക്തി ഈ തൊഴിലിനായി അപേക്ഷിച്ച് 5 ദിവസത്തിൽ കൂടുതൽ ആ വ്യക്തിയുടെ അപേക്ഷ പെൻഡിങ് വെച്ചാൽ ഈ വ്യക്തിക്ക് വേതനത്തിന് അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതും കൂടി ഇപ്പോൾ വെളിവായിരിക്കുന്നു. ഒപ്പം തന്നെ കേന്ദ്ര ഗ്രാമീണ റോസ്കർ കൗൺസിലാണ് ഇനി മുതൽ ഇതിന്റെ ചുമതല നിർവഹിക്കുന്നത്. നേരത്തെ തന്നെ ഗ്രാമീണ വികസന മന്ത്രാലയമായിരുന്നു. പ്രതിപക്ഷം വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. നാളെ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിന് ഒരുങ്ങാൻ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളോടും കർഷക സംഘടനകളോടും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ നാളെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രത്യേകിച്ച് കേരളത്തിലകത്ത് കുറച്ചുകൂടെ ശക്തമാകാനുള്ള സാധ്യതകൾ കൂടി നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.